ഷിജിലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഫ്താർ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ മെയിനായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ്. 6 കോഴിമുട്ട ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ആയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ യെല്ലോ പോർഷൻ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു സോസ് റെഡിയാക്കി എടുക്കണം. സോസ് റെഡിയാക്കി എടുക്കാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. 2 പീസ് വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടയുടെ യെല്ലോ പോർഷൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ള സോസാണിത്. അധികം ലൂസായി പോവരുത്, ഇതുപോലെ ആയിരിക്കണം. എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. കോഴിമുട്ടയുടെ വൈറ്റ് പോർഷൻ എടുത്ത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം മൈദയും കോൺഫ്ലോറും കാശ്മീരി മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മൈദയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും കോട്ട് ചെയ്യാം. ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗം നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ളതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സ്നാക്കും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പും മല്ലിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.